പുലർക്കാലത്തെ മഞ്ഞുപുതപ്പിൽ പൊതിഞ്ഞു നിൽക്കുന്ന ആ ഗ്രാമം പതുക്കെ ഉണരുകയാണ്. മലനിരകൾക്കിടയിലൂടെ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഗ്രാമത്തിലെ അരുവിൽ പതിക്കുമ്പോൾ അവിടെ ഒരു സ്വർണ്ണത്തിളക്കം പടരുന്നു. ഗ്രാമത്തിലെ ആ പുരാതനമായ ക്ഷേത്രത്തിൽ നിന്നും ഒഴുകിവരുന്ന നാമജപങ്ങൾക്കൊപ്പം പ്രകൃതിയും ശാന്തമായിരിക്കുന്നു. ആ പ്രശാന്തതയെ ധന്യമാക്കിക്കൊണ്ട് അമ്പലത്തിനു തൊട്ടടുത്തുള്ള ചെറിയ ഓടിട്ട വീടിന്റെ ഉമ്മറത്തേക്ക് പൂജ നടന്നു വന്നു. പൂജയൊന്ന് നോക്കിയാൽ ഏതൊരു ശില്പിയും നോക്കി നിന്നു പോകും. അത്രയ്ക്കും പൂർണ്ണതയുള്ളൊരു സൗന്ദര്യം. അവളുടെ മുഖത്തെ ആ പ്രഭ ഏതൊരു കഠിന ഹൃദയത്തെയും അലിയിക്കാൻ പോന്നതാണ്. വിടർന്ന താമര ഇതൾ പോലുള്ള അവളുടെ കണ്ണുകൾക്ക് ഒരു പ്രത്യേക കാന്തികതയുണ്ട്. ആയക്കടലിന്റെ നിഗൂഢതയും നിലാവിന്റെ ശാന്തതയും ഒരേപോലെ ആ കണ്ണുകളിൽ മിന്നിമറയുന്നു. കരിമഷി പടരാത്ത കണ്ണുകളിൽ എപ്പോഴും ഒരു നനവ് തങ്ങി നിൽക്കുന്നത് പോലെ തോന്നും. അവളുടെ അഴിച്ചിട്ട കാർക്കൂന്തൽ നിതംബം വരെ നീളുന്ന കറുത്ത പട്ടുനൂൽ പോലെയാണ്. കാറ്റിൽ ഇളകിയാടുന്ന മുടികളിൽ നിന്നും തുളസിക്കതിരിന്റെയും പിച്ചകപ്പൂവിന്റെയും ഗന്ധമായിരിക്കും. വെളുത്ത ചന്ദനക്കുറിയും അതിന്റെ നടുവിലെ ചുവന്ന കുങ്കുമപ്പൊട്ടും അവളുടെ നെറ്റിത്തടത്തിന് ഒരു ദിവ്യത്വം നൽകുന്നു. ചിരിക്കുമ്പോൾ കവിളിൽ വീഴുന്ന ചെറിയ നുണക്കുഴിയും ഒത്തുകോർത്തതുപോലുള്ള പല്ലുകളും അവളുടെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്നു. ശരിക്കും ഒരു ജീവനുള്ള ദേവീ വിഗ്രഹം തന്നെ. തന്റെ അച്ഛനും അമ്മയും ആരാണെന്ന് അവൾക്കറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് തുലാവർഷത്തിലെ ഒരു കറുത്ത വാവുനാളിൽ ഇടിമിന്നലിന്റെയും പെരുമഴയുടെയും അകമ്പടിയോടെ അമ്പലനടയിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ചോരക്കുഞ്ഞായിരുന്നു അവൾ. ലോകം മുഴുവൻ ഉറങ്ങിക്കിടന്നപ്പോൾ ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയത് അമ്പലത്തിനടുത്തുള്ള വീട്ടിലെ കാർത്യായനി മുത്തശ്ശിയായിരുന്നു. ആർക്കും വേണ്ടാത്ത ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർക്കുമ്പോൾ മുത്തശ്ശിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. സ്വന്തം ചോരയിൽ പിറന്നവരെക്കാൾ അധികമായി മുത്തശ്ശി പൂജയെ സ്നേഹിച്ചു. അനാഥത്വത്തിന്റെ കയ്പറിയാതെ ഒരു പൂവിനെ പോലെ മുത്തശ്ശി അവളെ വളർത്തി. മുത്തശ്ശിയുടെ കൈ പിടിച്ചാണ് അവൾ ആദ്യമായി അമ്പലമുറ്റത്തെ മണലിൽ അക്ഷരങ്ങൾ കുറിച്ചത്. മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന പുരാണ കഥകൾ കേട്ടാണ് അവൾ വളർന്നത്. ഇന്നവൾ ആ നാട്ടിലെ ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി ചെയ്യുന്നു. പക്ഷെ ആ കൊച്ചു വീടിനുള്ളിൽ മുത്തശ്ശിക്കൊഴികെ മറ്റുള്ളവർക്കെല്ലാം അവൾ വെറുമൊരു വേലക്കാരിയാണ്. മുത്തശ്ശിയുടെ മകൾ പാർവതിക്കും അവളുടെ 2 മക്കൾക്കും പൂജയെന്നാൽ വീട്ടിലെ ഒരു വേലക്കാരി മാത്രമാണ്. പൂജയുടെ സൗന്ദര്യവും നാട്ടുകാർ അവളോട് കാണിക്കുന്ന സ്നേഹവും അവരുടെ അസൂയയ്ക്ക് ആക്കം കൂട്ടി. മുത്തശ്ശിക്ക് ഇപ്പോൾ വയ്യാതായിരിക്കുന്നു. ഓർമ്മകൾ മങ്ങുകയും ശരീരം തളരുകയും ചെയ്ത മുത്തശ്ശിയെ പൊന്നുപോലെ നോക്കുന്നത് പൂജയാണ്. ഇത് കാണുമ്പോൾ പാർവതിയുടെ ഉള്ളിൽ പകയെരിയുന്നു. അമ്മയുടെ സ്വത്തിൽ വല്ലതും കണ്ണുവെച്ചാണോ ഈ അനാഥപ്പെണ്ണ് ഇങ്ങനെ നിൽക്കുന്നത് എന്ന അവരുടെ കുത്തുവാക്കുകൾ പൂജയുടെ ഹൃദയത്തിൽ തറക്കും. പാർവതിയുടെ മക്കൾ പൂജയേക്കാൾ പ്രായം കൂടിയവരാണെങ്കിലും അഹങ്കാരത്തിന്റെ കാര്യത്തിൽ അമ്മയെ വെല്ലുന്നവരാണ്. അവൾ തൊട്ട പാത്രത്തിൽ പോലും അവർ തൊടില്ല. പൂജേ, നേരം ഇത്രയായിട്ടും നീ ഇവിടെ ചമഞ്ഞു നിൽക്കുകയാണോ? പോയി അടുക്കളയിലെ പണി തീർക്ക്. പാർവതിയുടെ പരുക്കൻ ശബ്ദം ആ വീടിന്റെ ശാന്തതയെ തകർത്തു. മുത്തശ്ശിയുടെ അടുത്ത റൂമിൽ ഇരിക്കുകയായിരുന്നവൾ അവരുടെ ശബ്ദത്തിൽ ഒന്ന് ഞെട്ടി. മുത്തശ്ശിയുടെ നെറ്റിയിൽ മൃദുവായി ഒന്നുകൂടി തലയോട്ടിയിട്ട് നിറഞ്ഞ കണ്ണുകൾ ആരും കാണാതെ തുടച്ച് പൂജ അടുക്കളയിലേക്ക് നടന്നു. തനിക്ക് അച്ഛനമ്മമാരില്ലാത്തതും താൻ എവിടെ നിന്നാണ് വന്നതെന്നുമുള്ള ചിന്തകൾ അവളെ ഇടയ്ക്കിടെ വേട്ടയാടും. എങ്കിലും തന്റെ പ്രിയപ്പെട്ട മുത്തശ്ശിയുടെ മുഖം കാണുമ്പോൾ അവൾ ആ സങ്കടങ്ങളെല്ലാം മറക്കാൻ ശ്രമിക്കും. പുറത്ത് മറ്റുള്ളവരെല്ലാം അവളെ സ്നേഹത്തോടെ കാണുമ്പോഴും ആ 4 ചുവരുകൾക്കുള്ളിൽ അവൾ വെറുമൊരു അന്യയായിരുന്നു. സമയം രാവിലെ 7 മണി. ആകെ പുക പിടിച്ച അടുക്കളയിൽ പൂജ തിരക്കിട്ട ജോലിയിലാണ്. പുറത്ത് നല്ല മഴക്കാറുണ്ട്. അടുപ്പിൽ കഞ്ഞി തിളയ്ക്കുന്നുണ്ട്. അവൾ ധൃതിയിൽ കറിക്കുള്ള ഓരോന്ന് അരിഞ്ഞെടുത്തുകൊണ്ടിരുന്നു. എടി, രാവിലെ എഴുന്നേറ്റാൽ അമ്പലത്തിൽ പോയി ആ വിഗ്രഹം പോലെ നിൽക്കാനാണോ നിനക്ക് ഇവിടെ നിന്നും മൂക്കുമുട്ടെ ആഹാരം തരുന്നത്? ചായ എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? പാർവതി രോഷത്തോടെ അങ്ങോട്ട് വന്നു. ഇതാ വരുന്നു ചേച്ചിയമ്മേ, മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കാൻ പോയതായിരുന്നു. പൂജ പതിഞ്ഞ സ്വരത്തോടെ പറഞ്ഞുകൊണ്ട് അവരെ നോക്കി. ഓ, വലിയൊരു നേഴ്സ് വന്നിരിക്കുന്നു. ഹോസ്പിറ്റലിൽ പോയി കാശുണ്ടാക്കുന്നത് ഇവിടെ ചെലവാക്കാനാണെന്ന ഭാവം ഒന്നും വേണ്ട. തിന്നുന്ന ചോറിന് നന്ദി വേണം. പൂജ ഒന്നും മിണ്ടിയില്ല. അവൾ ചായക്കപ്പ് ട്രേയിലാക്കി ഉമ്മറത്തേക്ക് നടന്നു. അവിടെ സോഫയിലിരുന്ന പാർവതിയുടെ മകൾ നിത ഫോണിൽ നോക്കിയിരിക്കുകയാണ്.
ഗീത പൂജയെ പുച്ഛത്തോടെ നോക്കി. ചായ ഇവിടെ വെച്ചിട്ട് പോയി എൻ്റെ തുണികളെല്ലാം അലക്കിയിടണം. നിനക്ക് ഹോസ്പിറ്റലിൽ പോയി കണ്ടവരുടെ മുൻപിൽ ചമയണമെങ്കിൽ എൻ്റെ കാര്യങ്ങൾ കൂടി നോക്കാനുള്ള സമയം കണ്ടെത്തണം. പൂജ അവളെ ദയനീയമായി നോക്കി. ഗീത, ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് നേരത്തെ കയറണം. വന്നാൽ ഉടനെ ഞാൻ ചെയ്തോളാം. ഓ, വലിയ ജോലി. നീ ഞങ്ങൾ പറയുന്നത് കേട്ടാൽ മതി. ഈ വീടില്ലായിരുന്നെങ്കിൽ നീ ഇന്ന് ഏതെങ്കിലും തെരുവിൽ കിടന്നേനെ. ഗീത അവളെ വെറുപ്പോടെ നോക്കി. ആ വാക്കുകൾ ഒരമ്പ് പോലെ പൂജയുടെ ഹൃദയത്തിൽ തറച്ചു. അവളൊന്നും പറയാതെ തല താഴ്ത്തി അകത്തേക്ക് പോയി. മുത്തശ്ശിയുടെ മുറിയിൽ കയറി ആ നെറ്റിയിൽ ഒരു ഉമ്മ നൽകി ബാഗുമെടുത്ത് അവൾ ഇറങ്ങി. നാട്ടിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ വരാന്തയിലേക്ക് പൂജ കുട ചൂടി ഓടിക്കയറി. വെളുത്ത യൂണിഫോമിൽ അവളൊരു മാലാഖയെ പോലെ തോന്നിച്ചു. അവിടെ രോഗികളുടെ തിരക്കാണ്. സ്റ്റാഫ് റൂമിൽ വെച്ച് പൂജ തൻ്റെ ഇഞ്ചക്ഷൻ ട്രേയും മരുന്നുകളും അടുക്കി. അപ്പോഴാണ് കൂടെയുള്ള നഴ്സ് മിനി അവിടേക്ക് വന്നത്. പൂജെ, ഇന്നലെ ഡിസ്ചാർജ് ചെയ്ത ആ അപ്പൂപ്പൻ നിന്നെ അന്വേഷിച്ചിരുന്നു. നീ വരുന്നതിന് മുൻപേ അദ്ദേഹം പോയി. പാവം, അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ തിടുക്കമുണ്ടായിരുന്നു. വാർഡിൽ പുതിയ അഡ്മിഷൻ ഉണ്ടോ? പൂജ പുഞ്ചിരിയോടെ അവളെ നോക്കി. ഉണ്ട്. 3-ാം നമ്പർ ബെഡിൽ ഒരു വാഹനാപകടം നടന്ന ആൾ എത്തിയിട്ടുണ്ട്. ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് തോന്നുന്നു. ആരെയും അടുപ്പിക്കുന്നില്ല. പൂജ അതിന് മറുപടിയായി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് മരുന്ന് ട്രേയുമായി വാർഡിലേക്ക് നടന്നു. ഹോസ്പിറ്റലിലെ നീറുന്ന മരുന്നിൻ്റെ മണവും വേദനകളുടെ പിറുപിറുക്കലുകളും അവൾക്കിപ്പോൾ പരിചിതമാണ്. പൂജ രോഗികളുടെ അടുത്തേക്ക് ചെന്ന് ഓരോരുത്തരുടെയും റിപ്പോർട്ടുകൾ നോക്കി. അമ്മേ, ഈ ടാബ്ലറ്റ് കഴിച്ചാൽ കുറച്ച് ഉറക്കം വരും കേട്ടോ. പേടിക്കേണ്ട. ബാക്കി റിസൾട്ട് ഡോക്ടർ വന്നിട്ട് പറയും. നിന്റെ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ പകുതി ആശ്വാസമാണ് മോളെ. പൂജ ഗൗരവം ഭാവിച്ച് അവരെ നോക്കി. അതൊക്കെ തോന്നലാണ് അമ്മേ. കൃത്യമായി മരുന്ന് കഴിച്ചാൽ മാത്രമേ മാറ്റം വരൂ. പൂജ അടുത്ത ബെഡിലേക്ക് നീങ്ങി. അവിടെ ഒരു ചെറുപ്പക്കാരൻ പരിക്കേറ്റ് കിടക്കുന്നു. അവൻ്റെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു. ചെറിയൊരു ഭയത്തോടെയാണെങ്കിലും അവളത് പുറത്ത് കാണിക്കാതെ അവനടുത്തേക്ക് നടന്നു. പേര്? അവൾ പതിയെ അവനെ നോക്കി. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. അറിയാനിട്ടാണോ ചോദിക്കുന്നത്? അവിടെ ഫയലുണ്ടാകുമല്ലോ. പൂജ ശാന്തമായി ഫയൽ നോക്കി. ശരി ആദർശ്, ഇഞ്ചക്ഷൻ ഉണ്ട്. എനിക്ക് മരുന്നൊന്നും വേണ്ട, എനിക്ക് വീട്ടിൽ പോകണം. പൂജ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. വീട്ടിൽ പോകണമെങ്കിൽ ആദ്യം എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണം. അതിന് ഈ മരുന്ന് വേണം. സഹകരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അത് കേട്ടതും ആദർശൊന്ന് തണുത്തു. അവളുടെ കണ്ണുകളുടെ ഭാവവും സൗന്ദര്യവും ഒരു നിമിഷം അവനെ നിശബ്ദനാക്കി. ഹോസ്പിറ്റലിലെ വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് പൂജ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. മഴ തോർന്നിരിക്കുന്നു. ഇരുട്ട് പടർന്നു തുടങ്ങിയിരുന്നു. മനസ്സിലേക്ക് വീണ്ടും വീട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വന്നതും അവളുടെ മുഖം മങ്ങി. അവളുടെ ചിന്തകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു കാർ അവൾക്ക് മുന്നിൽ വന്നു നിന്നു. പാർവതിയുടെ മകൻ വിവേക്. വിച്ചു ആണ് കാറിൽ. വിച്ചു ഗ്ലാസ് താഴ്ത്തി അവളെ നോക്കി. പൂജെ, കേറ്. പൂജ കയറാൻ മടിച്ചുകൊണ്ട് അവനെ നോക്കി. ബസ് വരും വിച്ചു, ഞാൻ പോയിക്കോളാം. നിന്നെ കാറിൽ കയറ്റുന്നത് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല. റോഡിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടാൽ ആൾക്കാർ ചോദിക്കും, ആ അനാഥപ്പെണ്ണിനെ ഞങ്ങൾ നോക്കുന്നില്ലേ എന്ന്. നാണക്കേടുണ്ടാക്കാതെ കേറ്. അവൻ്റെ സ്വരത്തിൽ പുച്ഛം കലർന്നു. പൂജ ഒന്നും മിണ്ടാതെ കാറിൽ കയറി. വിൻഡോയിലൂടെ പുറത്തെ ഇരുട്ടിനെ നോക്കി അവളിരുന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും മഴ കനത്തു പെയ്തിരുന്നു. ഉമ്മറത്ത് വിച്ചുവിൻ്റെ കാർ നിന്നതും പൂജ കാറിൽ നിന്നിറങ്ങി വേഗത്തിൽ വീടിനുള്ളിലേക്ക് കയറി. ഹാളിൻ്റെ നടുവിൽ പാർവതിയും നിതയും ദേഷ്യത്തിൽ ഇരിപ്പുണ്ട്. പാർവതി പൂജയെ നോക്കി. എടി, വിച്ചുവിൻ്റെ കൂടെ കാറിൽ വരാൻ നിനക്കത്ര വലിയ ബുദ്ധിമുട്ടാണോ? അവൻ പറഞ്ഞല്ലോ നീ അവിടെ വലിയ ജാട കാണിച്ചു എന്ന്. ഈ വീടിൻ്റെ അന്തസ്സ് കളയാൻ വേണ്ടിയാണോ നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്? ചേച്ചിയമ്മേ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ബസ് വരാൻ നേരമായതുകൊണ്ട് പറഞ്ഞതാണ്. ഗീത പുച്ഛത്തോടെ മുഖം തിരിച്ചു. അമ്മ എന്തിനാ ഇവളോട് വിശദീകരണം ചോദിക്കുന്നത്? ഇവൾക്കിപ്പോൾ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ കൂടെ നടക്കുമ്പോൾ നമ്മളെയൊക്കെ പുച്ഛമാണ്. മുത്തശ്ശിയുടെ പരിഗണന കൂടിയായപ്പോൾ ഇവൾ ഈ വീട്ടിലെ ആരോ ആണെന്ന് ഇവൾ തന്നെ കരുതി വെച്ചിട്ടുണ്ട്. പൂജ ഒന്നും മിണ്ടാതെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് നടന്നു. പിന്നിൽ നിന്നും നിതയുടെ പരിഹാസച്ചിരി കേട്ടുകൊണ്ട്. മുത്തശ്ശിയുടെ മുറിയിൽ മങ്ങിയ ലൈറ്റ് കത്തി നിൽപ്പുണ്ട്.
ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി കിടക്കുന്ന മുത്തശ്ശിയുടെ അരികിൽ പൂജ ഇരുന്നു. മുത്തശ്ശിയുടെ കൈകൾ വിറക്കുന്നുണ്ട്. അവൾ അടുത്തിരുന്നത് അറിഞ്ഞതും മുത്തശ്ശി തപ്പിത്തടഞ്ഞ് പൂജയുടെ കൈ പിടിച്ചു. മോളെ, നീ വന്നോ? പൂജ നിറഞ്ഞ കണ്ണുകൾ മറച്ചു പിടിച്ചു. വന്നു മുത്തശ്ശി. ദാ മരുന്ന് കഴിക്കാനുള്ള സമയമായി. മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? എനിക്ക് പോകാറായി മോളെ. നിന്നെ ഇങ്ങനെ ഈ നരകത്തിൽ ഇട്ടിട്ട് പോകാൻ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ മോളും മക്കളും നിന്ന് അവരോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. പൂജ വരുത്തി തീർത്തൊരു പുഞ്ചിരിയോടെ അവരെ നോക്കി. അതൊന്നും സാരമില്ല മുത്തശ്ശി. മുത്തശ്ശി ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് ഈ വീടെങ്കിലും കിട്ടിയത്. മുത്തശ്ശി വേഗം സുഖമായി വരും. നമുക്കൊരുമിച്ച് അമ്പലത്തിൽ പോണ്ടേ? മുത്തശ്ശിയുടെ നെറ്റിയിൽ തലോടുമ്പോൾ പൂജയുടെ കണ്ണുനീർ മുത്തശ്ശിയുടെ കയ്യിൽ വീണു. മുത്തശ്ശിയെ കൈകൾ മുറുകി പിടിച്ചു. രാവിലെ ഡൈനിങ് ടേബിളിൽ വിച്ചുവും നിതയും പാർവതിയും ആഹാരം കഴിക്കാനിരുന്നു. പൂജ അവർക്ക് വിളമ്പിക്കൊടുക്കുകയാണ്. അമ്മേ, മുത്തശ്ശിയുടെ പേരിൽ ബാങ്കിലുള്ള ആ പണത്തിൻ്റെ കാര്യം എന്തു ചെയ്തു? ഡോക്ടർ പറയുന്നത് മുത്തശ്ശിക്ക് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നാണ്. അതിനു മുൻപേ അത് മാറ്റണം. വിച്ചു കഴിക്കുന്നതിനിടയിൽ അവരെ നോക്കി. ഞാൻ നോക്കുന്നുണ്ട് വിച്ചു. പക്ഷേ മുത്തശ്ശി ഒന്നും ഒപ്പിട്ട് തരുന്നില്ല. ഈ നിൽക്കുന്നവൾ മുത്തശ്ശിയുടെ ചെവിയിൽ എന്തൊക്കെയോ ഓതിക്കൊടുക്കുന്നുണ്ട്. പാർവതി പൂജയെ രൂക്ഷമായി നോക്കി. ഞാനൊന്നും പറഞ്ഞില്ല ചെറിയമ്മേ. മുത്തശ്ശിക്ക് വയ്യാത്തത് കൊണ്ടാണ്, പൂജ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. നീ വായ തുറക്കണ്ട. നിനക്കിവിടെ ഒരു സ്ഥാനവുമില്ല. നീ ഒരു അനാഥയാണ്. അത് മറക്കണ്ട. മുത്തശ്ശി മരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഈ വീട്ടിൽ ഒരു മിനിറ്റ് പോലും നിൽക്കാൻ അനുവാദമുണ്ടാവില്ല. നിന്റെ ഈ സുന്ദരമായ മുഖം കണ്ടു നിൽക്കാൻ ഞങ്ങൾക്കൊരു താല്പര്യവുമില്ല. ഹോസ്പിറ്റലിൽ പോയി ഓരോരുത്തരെയും വളക്കാൻ നോക്കുകയാണോ നീ? കാണാൻ കുറച്ച് കൊള്ളാമെന്ന് കരുതി കണ്ടവരുടെ കൂടെ നിരങ്ങി നടന്നാൽ ഈ വീട്ടിൽ കേറ്റില്ല. നിതയിൽ പൂജയോട് വല്ലാത്തൊരു വെറുപ്പ് നിറഞ്ഞു. നിത, ജോലിയിൽ മോശമായി ഒന്നും ഞാൻ ചെയ്യില്ല. നിർത്തടി നിന്റെ ഉപദേശം. നിന്റെ ഉപദേശം കേൾക്കാൻ ഇരിക്കുകയല്ല ഞങ്ങൾ. പോയ പാത്രങ്ങൾ കഴുകി വെക്ക്. എന്നിട്ട് മതി നിനക്ക് ആ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പറഞ്ഞുള്ള നാടകം, പാർവതി ദേഷ്യത്തോടെ പറഞ്ഞു. പൂജ അടുക്കളയിൽ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരുന്നു. കണ്ണുനീർ നിലക്കാതെ ഒഴുകിക്കവളിലൂടെ കഴുത്തേക്കിറങ്ങി. വെള്ളത്തിന്റെ ശബ്ദത്തിൽ അവളുടെ വിങ്ങൽ മുങ്ങിപ്പോയി. പൂജ സ്വയം ഓരോന്ന് പിറവിപ്പെട്ടു. എൻ്റെ അച്ഛനും അമ്മയും ആരായിരിക്കും? എന്തിനാണ് എന്നെ അവർ ഇവിടെ തനിച്ചാക്കിയത്? എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോ അവർ? പെട്ടെന്ന് മുത്തശ്ശിയുടെ മുറിയിൽ നിന്നും ഒരു വലിയ ശബ്ദം കേട്ടു. പൂജ ഭയത്തോടെ അങ്ങോട്ടോടി. മുത്തശ്ശിയുടെ റൂമിലെത്തിയതും അവൾ ഒരു നിമിഷം നിന്നു. മുത്തശ്ശി കട്ടിലിൽ നിന്നും നിലത്തേക്ക് വീണിരിക്കുന്നു. ശ്വാസം കിട്ടാതെ പിടയുകയാണ്. മുത്തശ്ശി, എന്തു പറ്റി? ചേച്ചിയമ്മേ, വേഗം വരൂ. പാർവതിയും മക്കളും അവളുടെ കരച്ചിൽ കേട്ട് ഓടി വന്നു. പക്ഷെ അവർ ആരും മുത്തശ്ശിയെ സഹായിക്കാൻ മുതിർന്നില്ല. അവർ പരസ്പരം നോക്കി നിന്നു. ഇതൊക്കെ സ്വാഭാവികമാണ്. പ്രായമായതല്ലേ. നീ എന്തിനാ ഇങ്ങനെ ബഹളം വെക്കുന്നത്? പാർവതി രോഷത്തോടെ അവളെ നോക്കി. പൂജ അവരെ ദയനീയമായി നോക്കി. എന്താണ് നിങ്ങൾ പറയുന്നത്? മുത്തശ്ശിക്ക് ശ്വാസം മുട്ടുന്നു. നമുക്കുടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വിച്ചു, കാറെടുക്ക്. ഇപ്പോൾ മഴയാണ്. എനിക്ക് വരാൻ പറ്റില്ല. നീ ആംബുലൻസ് വിളിക്കണമെങ്കിൽ വിളിക്ക്. പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലും മുത്തശ്ശി ഇനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. പൂജ പകപ്പോടെ അവനെ നോക്കി. സ്വന്തം അമ്മ മരിക്കാൻ കിടക്കുമ്പോഴും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരോട് അവൾക്ക് അറപ്പ് തോന്നി. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ഫോണെടുത്ത് ആംബുലൻസിൽ വിളിച്ചു. മുത്തശ്ശിയുടെ തല തൻ്റെ മടിയിൽ വെച്ച് അവൾ കരഞ്ഞു. മുത്തശ്ശി, എന്നെ തനിച്ചാക്കി പോകല്ലേ. എനിക്ക് ഈ ലോകത്ത് ആരുമില്ല. മുത്തശ്ശി അവസാനമായി പൂജയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ആ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. പൂജയുടെ നിലവിളി പുറത്ത് മഴയുടെ ശബ്ദത്തിൽ അലിഞ്ഞുപോയി.